എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയാണ്. ഞാനും അപ്പൂസും മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് അക്ഷയയിൽ പോകണം. അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് കപ്പയും മീനൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒന്ന് ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. ഒന്നുകിൽ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, അച്ഛൻ ഞാനും ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അച്ചൂസ് ഉണ്ടാവും കൂടെ. അപ്പോൾ ഇന്ന് അച്ചൂസിനെ ഏതായാലും വീട്ടിൽ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും അപ്പൂസും മാത്രം പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നാളായി പോയിട്ട്, അപ്പോൾ ചുമ്മാ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ജ്യൂസ് വാങ്ങിച്ചു തരണം, അത് വാങ്ങിച്ചു തരണം, ഇത് വാങ്ങിച്ചു തരണം എന്നും പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അക്ഷയയിൽ ഇനി എത്ര സമയം എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. പെട്ടെന്നാവുമെന്ന് വിചാരിക്കുന്നു. അച്ചൂസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ ടൈം നമ്മൾ ക്ലിയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കറക്ഷൻ. അപ്പോൾ അതും വാങ്ങിക്കണം. അതുപോലെ അപ്പൂസിൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളായിട്ടാണ് പോകുന്നത്. അപ്പോൾ അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കട്ട പോസ്റ്റായിരുന്നു. ഒരു 1.5 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതാണ് എൻ്റെ മുഖത്ത് ഇത്രയും ഒരു ദേഷ്യഭാവം. കൊച്ചാണെങ്കിൽ നല്ല രീതിയിൽ ടയേർഡായിരുന്നു കേട്ടോ. ഇരുന്നിരുന്നിരുന്നിരുന്ന് മടുത്തായിരുന്നു. 1.5 മണിക്കൂർ എടുത്തു. നന്നായിട്ട് ദേഷ്യം വന്നായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ നിന്നു. വേറൊന്നിനുമല്ല ദേഷ്യം വന്നത്, അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കപ്പ വാങ്ങിക്കാൻ കയറിയപ്പോൾ കപ്പയൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1.5-2 കിലോയുടെ അടുത്ത് കപ്പ ഉണ്ടായിരുന്നുള്ളൂ. അതും വാങ്ങിച്ച് നമ്മൾ ഇറങ്ങി. ഒരു കുഞ്ഞു കടയിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ കരിമോളുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കപ്പയൊക്കെ വാങ്ങിച്ചു. കപ്പയും വാങ്ങിച്ചു. ഇനി നമുക്ക് നേരെ മീൻ വാങ്ങിക്കാൻ പോകണം. അതിൻ്റെ കൂടെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് വിടുത്താനുള്ള മടി കൊണ്ട് എൻ്റെ മോൻ അത് കയ്യിൽ തന്നെ നല്ല ഭദ്രമായിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വെയിലൊക്കെ കൊണ്ട് പിന്നെ ഒരു വിധത്തിൽ എത്തി. വീട്ടിലെത്താറായപ്പോഴത്തേക്കും നന്നായിട്ട് ക്ഷീണിച്ചു. ജ്യൂസൊന്നും കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവന് മൗണ്ടൻ ഡ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അച്ചൂസ് നേരെ എൻ്റെ കയ്യിലേക്ക് ചാടി വന്നു. അപ്പോൾ ഇതാ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് എണ്ണയിലിട്ട് പൊരിക്കുന്നതാണ്, നല്ല ടേസ്റ്റാണെന്നും പറയണ കേൾക്കാം. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചു തന്നത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും പൊരിക്കണം എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല വെയിൽ. ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് വെയിലത്തേക്ക് ഇടാം എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അച്ചൂസ് എൻ്റെ കൂടെ പുറകെ വരുന്നുണ്ട് കരച്ചിലായിട്ട്. അമ്മയുള്ളത് കൊണ്ട് വലിയ പാടില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പൂസ് എന്നോട് കുറേ തവണ ഇങ്ങനെ ഒച്ചയെടുക്കണം, എന്നാലാണ് ആൾ ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്തും ഡ്രസ്സ് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചയെടുത്ത് അവനെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ നമ്മൾ ചാളയാണ് വാങ്ങിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല ചാളയായിരുന്നു. അപ്പം ഒരു 140 രൂപയായി ചാളയ്ക്ക്. ഇപ്പം 100 രൂപയ്ക്കൊന്നും ചാളയൊന്നും കിട്ടില്ല കേട്ടോ. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. 100 രൂപയ്ക്ക് ഇഷ്ടംമാതിരി മീൻ കിട്ടുമായിരുന്നു. അപ്പോൾ അച്ചൂസ് എന്നെ കണ്ടപ്പോൾ തന്നെ അമ്മേ അമ്മേന്ന് വിളിച്ചിട്ട് എൻ്റെ കൂടെ പോന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോസും സന്തോഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം ഞങ്ങളിനി പോയി കിടന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ കേട്ടോ. ടാറ്റാ.